Today we are going to start our unit 2, second unit, wings and wheels. In this unit there are two prose, a shipwrecked sailor, written by Gabriel Garcia, the little round red house, and two poems, from a railway carriage and marvelous travel. Today we are dealing with the poem from a railway carriage. We are going through the poem from a railway carriage written by Robert Louis Stevenson. When we are talking about the author, he was born on 1850 and died on 1894. Was a Scottish novelist, poet, essayist and travel writer. He is well known for his children's classics too. His most famous works are Treasure Island, Kidnapped and Strange Case of Dr. Jekyll and Mr. Hyde. He also composed music for the flageolet, a kind of keyed soprano recorder. The author of this poem from the railway carriage is Robert Louis Stevenson. We all love to travel in train. കുട്ടികൾക്കെല്ലാവർക്കും ട്രെയിനിൽ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. When we travel in a train, we are excited by the scenes that we see outside. നമ്മൾ പുറത്ത് കാണുന്ന ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് പുറത്ത് കാണുന്ന കാഴ്ചകളെല്ലാം ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുമ്പോൾ നമുക്ക് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടാണ് കുട്ടികളെല്ലാം ആ ജനൽ പാളിയിലൂടെ വെളിയിലോട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പോയത്തിലാണെങ്കിലും ഒരു റിതം, ആ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്ന ആ റിതം, ആ താളം എന്താണെന്ന് മനസ്സിലാക്കാൻ, ആ താളം അനുസരിച്ചിട്ട് ട്രെയിൻ പോകുമ്പോൾ എന്തെല്ലാം സീൻസ് ആണ് നമ്മൾ ആ വിൻഡോയിലൂടെ നോക്കിയാൽ ഔട്ട്സൈഡ് കാണുന്നത്, എന്തെല്ലാം വെളിയിലേക്ക് നമ്മൾ നോക്കുമ്പം ഔട്ട്സൈഡ് എന്തെല്ലാം സീൻസ് കാണുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോയിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്യാണ്. അത് നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിട്ട് ആ ഒരു ട്രെയിനിൻ്റെ തന്നെ താളത്തിൽ നമ്മൾ ആ ഒരു പോയത്തിനെ ഒന്ന് റീഡ് ചെയ്താൽ തന്നെ ആ ട്രെയിൻ പോകുന്ന ആ ഒരു താളത്തിൽ നമുക്ക് അതിന് വേണ്ട ഒരു ട്യൂൺ വരെ കൊടുക്കും. അതുപോലെ ഒരു ട്രെയിൻ യാത്ര വിവരിക്കുന്ന ഒരു പോമാണ് ഫ്രം എ റെയിൽവേ കാരേജ്. കാരേജ് എന്ന് പറയുമ്പോൾ ട്രെയിനിൻ്റെ ഒരു ബോഗി എന്നുള്ള അർത്ഥം. ഓക്കെ. Faster than ferries, faster than witches, bridges and houses, hedges and ditches, and charging along with troops in a battle, all through the meadows, the horses and cattle, all of the sights of the hill and the plain fly as thick as driving rain, and ever again in the wink of an eye, painted stations whistle by. Here is a child who clambers and scrambers, all by himself and gathering brambles. Here is a tramp who stands and gazes, and here is a green for stringing the daisies. Here is a cart run away in the road, lumbering along with man and load, and here is a mill, and there is a river, each a glimpse and gone forever. Okay, you can go through in detail the poem from a railway carriage. Faster than fairies, faster than witches. ഫെയറീസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം, യക്ഷികൾ. നമ്മുടെ ഈ ചില കഥകളിലൊക്കെ ഇങ്ങനെ യക്ഷി രൂപത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞ് ഫെയറീസൊക്കെ ഇങ്ങനെ വരുമല്ലോ. അത് യക്ഷികളെക്കാളും വേഗത്തിൽ, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ദുർമന്ത്രവാദിനികളെക്കാളും വേഗത്തിൽ. ഫാസ്റ്റർ ദാൻ ഫെയറീസ് ആൻഡ് വിച്ചസ്, യക്ഷികളെക്കാളും ദുർമന്ത്രവാദിനികളെക്കാളും വേഗത്തിൽ ഒരു ട്രെയിനിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇങ്ങനെ. അപ്പം ഒരു ട്രെയിനിൻ്റെ മൂവ്മെൻ്റ് നമ്മൾ സങ്കല്പിച്ചോണം. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ബ്രിഡ്ജസ് പാലങ്ങൾ, ഹൗസസ് വീടുകൾ, ഹെഡ്ജസ് എന്ന് പറയുമ്പം കുറ്റിച്ചെടികൾ എന്നർത്ഥം, ഷ്രബുകൾ എന്നർത്ഥം. ഹെഡ്ജസ് എന്ന് പറയുമ്പോൾ ഷ്രബ്സ്, കുറ്റിച്ചെടികൾ. ആൻഡ് ഡിച്ചസ് എന്ന് പറയുമ്പം കുഴികൾ എന്നുള്ള അർത്ഥം, ചെറിയ ചെറിയ കുഴികൾ. അത് റോഡിൻ്റെ സൈഡിലെല്ലാം കാണുന്ന നാരോ ചാനലുകൾ, റോഡിൻ്റെ സൈഡിലെല്ലാം കാണുന്ന നാരോ ചാനൽ, ഈ ചാലുകൾ പോലെയുള്ള കുഴികൾ. Faster than fairies, faster than witches, bridges and houses, hedges and ditches. ഒരു യക്ഷികളെക്കാളും മന്ത്രവാദിനികളെക്കാളും എല്ലാം വേഗത്തിൽ എന്താണ് ട്രെയിൻ കടന്നു പോകുന്നത്, അതിവേഗത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്രിഡ്ജസ്, ഹൗസസ്, ദെൻ ഷ്രബ്സ്, കുറ്റിച്ചെടികൾ, കുഴികളെല്ലാം ഇങ്ങനെ വേഗത്തിൽ കടന്നു പോവാണ്. ആൻഡ് ചാർജിങ് അലോൺ ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ചാർജിങ് അലോൺ ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ബാറ്റിൽ എന്ന് വെച്ചാൽ യുദ്ധം. ട്രൂപ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്. A group of soldiers
ചാർജ് ചെയ്ത് വരുന്നതിൻ്റെ കൂട്ട്, അതായത് ഈ യുദ്ധത്തിന് വേണ്ടി പടയാളികൾ മുന്നേറി വരുന്ന ഒരു ഇതുണ്ടല്ലോ, ഓടി എല്ലാത്തിനെയും തടസ്സങ്ങളെല്ലാം മാറ്റി അതിവേഗത്തിൽ ഓടി വരുന്നത് നമ്മൾ ഫിലിമിലൊക്കെ കാണുമല്ലോ, പെട്ടെന്ന് യുദ്ധത്തിൽ ഇങ്ങനെ ഓടി ഒരു കൂട്ടമായിട്ട് ഓടി വരത്തില്ലേ, അതുപോലെ ട്രൂപ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് എന്ന് ഓർത്താം. ട്രൂപ്സ്, ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ്. ചാർജിങ് എന്ന് വെച്ചാൽ മൂവിങ് ഫോർ, ചാർജിങ്. ഓൾ ത്രൂ ദ മിഡോസ് ദ ഹോഴ്സസ് ആൻഡ് കാറ്റിൽ. മിഡോസ് എന്ന് വെച്ചാൽ ഫീൽഡ് എന്നർത്ഥം. മിഡോസ്, ഫീൽഡ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്നതിൻ്റെ വേഗത എങ്ങനെ താരതമ്യം ചെയ്തേക്കുന്നത്? ഒരു യുദ്ധത്തിൽ ഇപ്പോൾ ഒരു സിമിലിയായിട്ട് നമുക്ക് അതിനെ പറയാം, ഒരു സിമിലി താരതമ്യം ചെയ്തിരിക്കുകയാണ്. ട്രെയിനിൻ്റെ വേഗത എന്തിനോട് താരതമ്യം ചെയ്തിട്ടുണ്ട്? ഒരു യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, ഒരു ബാറ്റിലേക്ക് വരുന്ന സോൾജേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണോ മുന്നേറി വരുന്നത്, അതുപോലെയാണ് ഒരു ട്രെയിൻ അതിവേഗം ഇതിനെയെല്ലാം, ബ്രിഡ്ജസിനെ എല്ലാം കടന്നു പോകുന്നത്, അല്ല അതിലെല്ലാം മിന്നിമാഞ്ഞ് പറന്നു പോകുന്നത്. ഓൾ ത്രൂ ദ മിഡോസ് ഹോഴ്സസ് ആൻഡ് കാറ്റിൽ. ഇപ്പോൾ എന്തിൻ്റെ എല്ലാം ഇടയിലൂടെയാണ് ഈ ട്രെയിൻ ഓടുന്നത്? ആ ഫീൽഡിൽ മേഞ്ഞു നിൽക്കുന്നതായ കുതിരകളുടെയും കന്നുകാലികളുടെയും എല്ലാം ഇടയിലൂടെ. അപ്പം നല്ല പച്ചപ്പായിരിക്കും ട്രെയിൻ പാളത്തിൻ്റെ ഇരുവശത്തും. മിക്ക സ്ഥലങ്ങളിലും റെയിൽ പാളങ്ങളുള്ളതിൻ്റെ എല്ലാം ഇരുവശത്ത് നല്ല കാടും ഒക്കെ ആയിരിക്കുമല്ലോ, ഒരു ചെറിയൊരു കാട്ടുപ്രദേശം പോലെയുള്ള ഏരിയ ആയിരിക്കുമല്ലോ, പച്ചപ്പായിരിക്കുമല്ലോ കൂടുതലുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഇടയിലൂടെ ഇങ്ങനെ ട്രെയിൻ പോവുകയാണ്. ഓൾ ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. സൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ച, നമ്മുടെ വിഷൻ. ഓൾ ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ. ഹില്ല് എന്തുവാ, മലനിരകളാണേലും തരിശു ഭൂമികളാണേലും എല്ലാം എന്ത് ചെയ്യാണ്, അതെല്ലാം ഇങ്ങനെ പറന്നു പോകുന്നതിൻ്റെ കൂട്ടാണ്. കാരണം അത്രയ്ക്ക് വേഗത്തിലാണ് ട്രെയിൻ പോകുന്നത്. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. എന്തിൻ്റെ കൂട്ടാണ്? അവിടെ ഒരു താരതമ്യമായി. അത് പോകുന്നത് കണ്ടാൽ എന്തിൻ്റെ കൂട്ടാണ് നമുക്ക് തോന്നുന്നത്? മഴ വന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, മഴ വന്ന് ഒലിച്ചെടുത്ത് പോകുന്നതിൻ്റെ കൂട്ടുള്ള പ്രതീതിയാണ് തോന്നുന്നത്. അതായത് പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ് ഓഫ് എൻ ഐ. വിങ്, WINK, വിങ്, ഇമ വെട്ടുക എന്നർത്ഥം. നമ്മളൊന്ന് കണ്ണ് അടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ പല സ്റ്റേഷൻസ്, പെയിൻറ്റഡ് സ്റ്റേഷൻസ്, വിസിൽ ബൈ. നമ്മൾ പല സ്റ്റേഷൻസും ഇങ്ങനെ കടന്നു പോകണം. ആ കടന്നു പോകുന്ന സ്റ്റേഷൻസ് എല്ലാം നമുക്ക് വെറും ചിത്രങ്ങളായിട്ട് മാത്രം നമ്മുടെ കണ്ണ് വെട്ടുമ്പോഴത്തേന് എന്താ, മുന്നിൽ കുറേ ഛായാചിത്രങ്ങൾ മിന്നി മാഞ്ഞതിൻ്റെ വിട്ടേ തോന്നുള്ളൂ. കാരണം അത്ര വേഗത്തിൽ ഒരു ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്, അതിവേഗത്തിൽ ട്രെയിൻ പോവാണ്. Faster than fairies, faster than witches, bridges and houses, hedges and ditches, and charging along like troops in a battle, all through the meadows the horses and cattle. All of the sides of the hill and the plain fly as thick as driving rain, and ever again in the wing of an eye, painted stations whistle by. Here is a child who clambers and scrambles. ഇപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ വിൻഡോയിലെ സൈറ്റിൻ്റെ ഇടയിൽ അല്ലെ വെളിയിലോട്ട് നോക്കിയിരിക്കുന്ന ആ കാഴ്ചയിൽ ഒരു കുട്ടിയെ കാണുന്നു, കുട്ടിയുടെ കളിച്ചിരികൾ കാണും. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? ഹിയർ ഇസ് എ ചൈൽഡ് ഹു ക്ലാംബേഴ്സ് ആൻഡ് സ്ക്രാംബേഴ്സ്. അത് ഒരു സിനോണിമാണ്, രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നത്. ക്ലാംബേഴ്സ് എന്ന് പറഞ്ഞാലും മൂവ് ഓർ ക്ലൈംബ് ഓർ മൂവ് ഇൻ എ ഓക്വേർഡ് വേ. അത് എന്തുവാ, വ്യത്യസ്തമായ രീതിയിൽ ഒരു ഇഴയുന്നതിൻ്റെ കൂട്ടൊക്കെ ഇങ്ങനെ പോവുക. ക്ലൈംബ് ഓർ മൂവ് ഇൻ എ ഓക്വേർഡ് വേ. സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാലും ഒരു മൂവ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുമാണെങ്കിലും മൂവ് ക്വിക്ക്ലി യൂസിങ് ഹാൻഡ്സ്. അത് പെട്ടെന്ന് ഇങ്ങനെ നീന്തി പോകുന്നതിലോട്ട്, പെട്ടെന്ന് ഇഴിഞ്ഞു പോകുന്നതിലോട്ട്, കൈ ഉപയോഗിച്ച് പെട്ടെന്ന് അള്ളിപ്പിടിച്ച് കയറത്തില്ലേ, ആ ഒരു പ്രതീതി. മൂവ് ക്വിക്ക്ലി യൂസിങ് ഹാൻഡ്സ്. അപ്പോൾ ക്ലാംബേഴ്സും സ്ക്രാംബേഴ്സും ഒരേ അർത്ഥമാണ്, മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലാംബേഴ്സ് മീൻസ് ക്ലൈംബ് ഓർ മ്യൂ ഇൻ എ ഓക്വേർഡ് വേ. അത് എല്ലാവരും നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കണ്ടാൽ ഇവനെന്തോ തലയ്ക്ക് വട്ടുണ്ടോ എന്ന് തോന്നുന്നു, അത്രയ്ക്ക് വ്യത്യസ്തമായ രീതിയിൽ. ചില കുട്ടികളുടെ കുരുത്തക്കേടുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചാടി എന്തോ മറിഞ്ഞൊക്കെ പോകുന്ന രീതി. സ്ക്രാമ്പിൾസ് എന്ന് പറഞ്ഞാലും മൂവ്മെൻറ്റ് തന്നെയാണ്, മൂവ് ക്വിക്ക്ലി യൂസിങ് ഹാൻഡ്സ്, കൈകൾ ഉപയോഗിച്ച് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുന്ന രീതി. Here is a child who clambers and scrambles all by himself. അവൻ തന്നെത്താൻ എന്ത് ചെയ്യാണ്, എഴയുകയും ചാടുകയും നീന്തിയൊക്കെ ചെയ്യുകയാണ്. ആൻഡ് ഗ്യാതറിങ് ബ്രാമ്പിൾസ്. എന്താണ് അവൻ കളക്ട് ചെയ്യുന്നത്? ബ്രാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. അത് ഞാവൽപ്പഴം.
ഞാറപ്പഴം എന്ന് പറയും. ബ്രാമ്പിൾസ്, അത് നമ്മുടെ ബ്ലൂബെറിയുടെ ഒക്കെ കൂട്ടിരിക്കും. ബ്രാമ്പിൾസ് കളക്ട് ചെയ്യുകയാണ്. അപ്പം അവിടെ കൊഴിഞ്ഞു വീണതാവാം, മരത്തിൻ്റെ ചില്ലകളിൽ നിന്നും അവൻ ചിലപ്പോൾ തട്ടിയിട്ടതാവാം, എന്താണെങ്കിലും അവൻ സ്വയം ഇങ്ങനെ അവിടെ എവിടെയും വലിഞ്ഞു കയറി എടുത്തുമൊക്കെ ബ്രാമ്പിൾസ് ഇങ്ങനെ കളക്ട് ചെയ്യുക. അതും ആ ട്രെയിൻ പോകുന്നതിൻ്റെ ഇടയിൽ കാണാൻ സാധിച്ച ഒരു കാഴ്ചയാണ്. ഹിയർ ഇസ് എ ട്രാമ്പ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ട്രാമ്പ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? ട്രാമ്പ്, TRAMP. കുറച്ച് മീനിങ്സ് ഗ്ലോസറിയിലും ഉണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. ട്രാമ്പ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹു മൂവ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികൾ, സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാതെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ കടത്തണ്ണുകളിലൊക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന വ്യക്തികൾ. ഒരു ട്രാമ്പ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്. ഇപ്പോൾ ഈ ട്രെയിൻ യാത്രയുടെ ഇടയിൽ കാണാൻ പറ്റിയ അടുത്തൊരു കാഴ്ചയാണ് എന്താ? ഒരു നാടോടി അല്ലെങ്കിൽ ഒരു അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു, ഒരു മനുഷ്യനെ കാണാം. അയാൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ട്രെയിൻ പോകുന്നത് ഇങ്ങനെ ഗേസ് ചെയ്ത് നോക്കുക. ഗേസ് ചെയ്യുക വെച്ചാൽ ലുക്ക് ചെയ്യുക, നോക്കി നിൽക്കുക, ഒന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥ, ഗേസ് ചെയ്യുക, ടു ലുക്ക്. ആൻഡ് ഹിയർ ഇസ് എ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡേസീസ്. ഇനി അടുത്ത എന്ത് കാഴ്ചയാണ് കാണുന്നത് ട്രെയിൻ കടന്നു പോയപ്പോൾ? ഹിയർ ഇസ് എ ഗ്രീൻ എന്ന് വെച്ചാൽ പച്ചപ്പ്. എന്തിൻ്റെ പച്ചപ്പാണ്? ഫോർ സ്ട്രിങ്ങിങ് ദ ഡേസീസ്. ഡേസി പുഷ്പങ്ങൾ, നല്ലൊരു പൂന്തോട്ടമാണ്. അപ്പം പൂക്കൾ നിറഞ്ഞ ഒരു പൂന്തോട്ടം. സ്ട്രിങ്ങിങ് എന്ന് വെച്ചാൽ നമ്മൾ കൊരുക്കുക എന്നുള്ള അർത്ഥം, ഒന്നിനു പോലെ ഒന്നായിട്ട് ഇങ്ങനെ കൊരുക്കുക. അപ്പം ഡേസി പുഷ്പങ്ങൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കണ്ടാൽ, ആ പച്ചപ്പ് നമ്മൾ കണ്ടാൽ ഒരു മാല ഇങ്ങനെ കൊരുത്തിട്ടേക്കുന്നതിന് തോന്നും. ഡേസി പുഷ്പങ്ങളുടെ ഒരു മാല ഇങ്ങനെ കൊരുത്തിട്ടേക്കുന്നതിന് തോന്നും. അത് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് കാണാൻ സാധിച്ചൊരു കാഴ്ചയാണ്. ഹിയർ ഇസ് എ കാർട്ട്. അടുത്ത കാഴ്ച എന്താ കണ്ടത്? ഹിയർ ഇസ് എ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ്. റോഡിലൂടെ ഒരു കാർട്ട് പോകുന്ന ഒരു കുതിരവണ്ടി പോവാണ്. ലംപിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്. ലംപിങ്, LUMP, ലംപിങ്. ലംപിങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മൂവ് വിത്ത് ഡിഫിക്കൽട്ടി. അത് നീങ്ങാനായിട്ട് ഭയങ്കര പ്രയാസപ്പെടുന്ന, പതുക്കെ മന്ദഗതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായ ഒരു കാർട്ട് കണ്ടു. ആ കാർട്ടിൽ ആരുണ്ട്? വിത്ത് മാൻ ആൻഡ് ലോഡ്. ഒരു മനുഷ്യനും ഉണ്ട്, പിന്നെ ഭാരമുണ്ട്. ആ ഭാരം കാരണം, ലോഡ് കാരണമാണ് ആ കാർട്ടിന് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കുതിരവണ്ടിയാവാം, കുതിരവണ്ടിയിൽ അന്നേരം കുതിരയ്ക്ക് എത്ര കൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അത് വളരെ ഡിഫിക്കൽട്ടായിട്ട്, മൂവ് വിത്ത് ഡിഫിക്കൽട്ടി, അതാണ് ലംപ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഈസ് എ മിൽ ആൻഡ് ദർ ഈസ് എ റിവർ. ഇനി ഇതായിട്ട് ഇവിടെ ഒരു മില്ലുണ്ട്, അവിടെ ഒരു റിവറുണ്ട്. ഇതെല്ലാം നമ്മുടെ ട്രെയിൻ യാത്രയുടെ കാഴ്ചയിൽ എങ്ങനെയാണ് കാണുന്നത്? ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. ഒരു ഗ്ലിംസിനേ ഉള്ളൂ. ഗ്ലിംസ് എന്ന് വെച്ചാൽ എന്താ? ഗ്ലിംസ്, ഒരു മെമൻറ്ററി വ്യൂ, തൽക്കാലത്തേന് മാത്രം, പെട്ടെന്നുള്ളതാണ് കാഴ്ച. നമ്മളൊന്ന് നോക്കി എടുക്കുമ്പോഴത്തേനാണ് നമ്മുടെ കാഴ്ചയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും. അത് ഒരു മൊമെൻ്ററി വ്യൂ, അല്പനേരത്തേന് മാത്രമുള്ളൊരു കാഴ്ചയായിട്ട് ഇവയെല്ലാം മിന്നി മാഞ്ഞു പോവാണ്. ആൻഡ് ഗോൺ ഫോർ എവർ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ? ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഇത് നമ്മുടെ കാഴ്ചയിൽ നിന്നും മാഞ്ഞു പോവുകയും ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെയിൻ യാത്രയുടെ രസകരമായ കാഴ്ചകളാണ് ഈ കവിതയിലൂടെ കവി ഒന്ന് വിശദീകരിക്കുന്നത്. ഒരു ആർത്തിയോടെ ഒന്ന് വായിക്കാം. Faster than furies, faster than witches, bridges and houses, hedges and ditches, and charging alone like troops in a battle, all through the meadows the horses and cattle, all of the sights of the hill and the plain, fly as thick as driving rain, and never again in the wink of an eye, painted stations whistle by. Here is a child who clambers and scrambles, all by himself and gathering brambles. Here is a tramp who stands and gazes, and here is the green for stringing the daisies. Here is a cart run away in the road, lumping along with man and load. And here is a mill and there is a river, each a glimpse and gone forever. നമ്മുടെ ഈ പോമത്തിൽ നമ്മൾ നേരത്തെ പോയമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് പാറ്റേൺ, ദെൻ സിമിലി, വേർഡ് പിക്ചേഴ്സ്, ഓഡിറ്ററി ഇമേജസ്, പിന്നെ പഠിച്ചത് അലിട്രേഷൻ, അസനസ്. ഇവയിൽ ഒട്ടുമിക്ക കാര്യങ്ങൾ നമ്മുടെ ഈ പോയത്തിലും വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതിൽ ഓരോന്നും ആദ്യം റൈമിംഗ് വേർഡ്സിനെ നോട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്ന വേർഡ്സ്, ഒരു ലൈനിലെ എൻഡ് ചെയ്യുന്ന വേർഡ്സിനെ വേണം നോക്കാൻ. വിച്ചസ്, ആദ്യത്തെ ലൈനിൽ വിച്ചസ്, രണ്ടാമത്തെ ലൈനിൽ എൻഡ് ചെയ്യുന്ന നോക്കിയേ ഡിച്ചസ്. വിച്ചസ്, ഡിച്ചസ് ഒരേ സൗണ്ടാണ് അല്ലേ? വിച്ചസ്, ഡിച്ചസ്. അപ്പോൾ അതെന്താണ്? റൈമിംഗ് വേർഡാണ്. അടുത്ത അതിൻ്റെ തൊട്ട് താഴെ വരുന്നാൽ ബാറ്റിൽ, ക്യാറ്റിൽ, അത് അടുത്ത റൈമിംഗ് വേർഡ്. അതിൻ്റെ താഴെ വരുന്നാൽ പ്ലെയിൻ, റെയിൻ. ഇപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ജോഡിയായിട്ടായിരിക്കും അല്ലേ? അങ്ങനെ ഈ പോയത്തിലുള്ളതായ റൈമിംഗ് വേർഡ്സ് എല്ലാം നോട്ട് ചെയ്യണം. ദെൻ റൈമിംഗ് പാറ്റേൺ എന്താ, നമ്മൾ റൈമിംഗ് സ്കീം എന്താ നമ്മൾ പറഞ്ഞിരുന്നു.
അത് റൈമിംഗ് വേർഡ്സ്, ഓരോ റൈമിംഗ് വേർഡിനും ഓരോ ആൽഫബറ്റ് വെച്ച് നോട്ട് ചെയ്യും. അത് വിച്ചസിന് എ എന്ന് നോട്ട് ചെയ്താൽ അതേ സൗണ്ടാണ് ഡിച്ചസിന് വരുന്നതെങ്കിൽ അവിടെയും എ എന്ന് കൊടുത്തു. അപ്പോൾ എ. ബാറ്റിൽ എന്ന് പറയുന്നത് വിച്ചസോ ഡിച്ചസോ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സൗണ്ടാണ്. മറ്റേ വിച്ചസ് എന്ന് എൻഡ് ചെയ്യുന്നെങ്കിൽ ബാറ്റിലാണെങ്കിൽ ബാറ്റിൽ എന്ന് എൻഡ് ചെയ്യുന്നു. രണ്ട് സൗണ്ടാണ്. അപ്പോൾ വ്യത്യസ്തമായ സൗണ്ട് വരുമ്പോൾ ഇവിടെ ബി എന്ന് കൊടുത്തു ബാറ്റിൽ എന്നുള്ളതിന്. കാറ്റിൽ എന്നുള്ളതിനും ബാറ്റിലിൻ്റെ അതേ സൗണ്ട് ആയതുകൊണ്ട് അവിടെയും ബി എന്ന് കൊടുത്തു. അപ്പോൾ ഈ 4 ലൈൻസ് നോക്കിയാൽ തന്നെ അതിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിൻ്റെ സ്കീം എന്തായി? എ പി ബി. അങ്ങനെ നമുക്ക് റൈമിംഗ് പാറ്റേൺസ് നോട്ട് ചെയ്യാം. പിന്നുള്ളത് സിമിലിയാണ്. നമുക്ക് സിമിലിയായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ആൻഡ് ചാർജ്, ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാ, ആൻഡ് ചാർജിങ് അലൗഡ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ ഓൾസോ ദി മിഡോസ് ദ ഹോഴ്സസ് ആൻഡ് കാറ്റ്. അതായത് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനെ യുദ്ധത്തിന് തയ്യാറായി ഓടി വരുന്ന മുന്നേറി വരുന്ന ഭടന്മാരുടെ ഒരു കൂട്ടത്തിന്, ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സ് ഹു ആർ റെഡി ഫോർ ദ ബാറ്റിൽ, അവരുടെ ചാർജിങ്, അവരുടെ മുന്നേറ്റത്തിനോട് താരതമ്യം ചെയ്തിരിക്കുകയാണ്. അതൊരു സിമിലിയാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഓൾ ദ സൈഡ്സ് ഓഫ് ദ ഹിൽ ആൻഡ് ദ പ്ലെയിൻ ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. അത് ഒരു മഴവെള്ളം വന്ന് എരച്ചെടുത്ത് പോകുന്നതിൻ്റെ റൂട്ട് മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ നമ്മൾ കണ്ണിൽ നിന്നും ഒഴുകി മാഞ്ഞു പോവാണ്. അവിടെ അതും ഒരു സിമിലിയാണ്. അപ്പോൾ അത് ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യുകയാണ്. പിന്നെ നമ്മളിവിടെ പോയവുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യം എന്ന് പറയുന്നത് അലിട്രേഷനും അസനൻസുമാണ്. അലിട്രേഷൻ എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെപ്പറ്റീഷൻ ഓഫ് ഇനിഷ്യൽ കൺസണൻറ്റ് സൗണ്ട്സ്. അതായത് ഒരു കൺസണൻറ്റ് സൗണ്ട്, വവൽസ് അല്ലാത്ത അക്ഷരങ്ങൾ ഒരു ലൈനിൽ തന്നെ തുടർച്ചയായിട്ട് വരുവാണ്, അത് അലിട്രേഷൻ എന്ന് പറയും. അസനൻസ് എന്ന് പറയുമ്പോൾ വവൽ സൗണ്ട്സ് ഒരു ലൈനിൽ തന്നെ തുടർച്ചയായിട്ട് വരുവാണെങ്കിൽ അത് അസനൻസ് ആയി. അപ്പോൾ ആദ്യത്തെ ലൈൻ തന്നെ നോക്കി, ഫാസ്റ്റർ ദാൻ ഫെയറീസ് ഫാസ്റ്റർ ദാൻ വിച്ചസ്. അവിടെ നമുക്ക് വവൽ സൗണ്ട് അല്ല, കൺസണൻറ്റ് സൗണ്ടാണ്. തുടങ്ങുന്ന അക്ഷരം നോക്കി എഫ് ആണ് അല്ലേ, അത് വവൽ അല്ലല്ലോ, AEIOU അല്ലേ വവലായിട്ട് വരുന്നത്. വവൽസ് അല്ലാത്ത ഒരു അക്ഷരം ആ ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഫാസ്റ്റർ ഇവിടെ എഫ്, ദാൻ ഫയറീസ് അവിടെ എഫ്, അടുത്ത ഫാസ്റ്റർ ദാൻ വിച്ചസ് അവിടെ ഒരു എഫ്. അത് ആ ലൈനിൽ തന്നെ അടുപ്പിച്ചൊരു 3 എഫ് വന്നു. അടുത്ത നോക്കി ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ് ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. അവിടെയും നമുക്ക് എന്താ ഒരു അലിട്രേഷൻ സൗണ്ട് വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് വരുന്നത്? ഹൗസസ് ഹെഡ്ജസ് HH ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് താഴോട്ട് വരുമ്പോൾ ഇനിയും അലിട്രേഷൻസ് പിന്നെയും വരുന്നുണ്ട്. അങ്ങനെയുള്ള ബാക്കി അലിട്രേഷൻസിലൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. അടുത്ത ലൈനിലേക്ക് വരുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് ചൈൽഡ് ഹൂ ക്രാമ്പിൾസ് CC, അതും അലിട്രേഷൻ സൗണ്ടാണ്. അപ്പം അങ്ങനെയുള്ള അലിട്രേഷൻ സൗണ്ട്സ് ഒന്ന് കണ്ടുപിടിച്ചേക്കാം. ഇനി ഈ ഒരു പോയത്തിൻ്റെ ആ ഒരു റിതം എങ്ങനെയാണ് നമ്മളത് നോക്കിയാൽ തന്നെ, ഫാസ്റ്റർ ദാൻ ഫെയറീസ് ഫാസ്റ്റർ ദാൻ വിച്ചസ് ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ് ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ഈ ഒരു താളത്തിൽ നമ്മൾ പോയാൽ ഒരു ട്രെയിനിൻ്റെ ആ ഒരു റിതം, ട്രെയിനിൻ്റെ ആ ഓടുന്നതിൻ്റെ ഒരു താളത്തിനോട് നമുക്ക് താരതമ്യം ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ആക്ടിവിറ്റി 5ലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്നത് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും കൂടിയാണ്, ആക്ടിവിറ്റിയുടെ ആൻസറും കൂടിയാണ്. അപ്പോൾ ആക്ടിവിറ്റി 5ലേക്ക് വരുമ്പോൾ അത് ഏത് റിതമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ റിതം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റിതമാണ്? ഒരു മൂവിങ് ട്രെയിനിൻ്റെ റിതം, അത് ഓടുന്നതായ ഒരു ട്രെയിനിൻ്റെ റിതമാണ് ഈ പോയിന്റ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു റിതത്തിലൊന്ന് പാടി പഠിക്കുക. പിന്നെ ഒരു പോയത്തിലുള്ളതാണ് നമ്മുടെ ഓഡിറ്ററി ഇമേജസ്. ഇവിടെ തന്നെ നമുക്ക് ഓഡിറ്ററി ഇമേജസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഏതുണ്ട്? വിസ്ലിംഗ് സൗണ്ട് അവിടെ പറയുന്നുണ്ട്, വിസ്ലിംഗ് അല്ലേ, അതുകൊണ്ട് വിസിൽ ബൈ. ഇപ്പം എന്താ പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസ്ലിംഗ്, അതായത് ഓരോ സ്റ്റേഷനിലും ട്രെയിൻ ഇങ്ങനെ ഊതി കടന്നു പോകുന്നത് ആ ഒരു ഓഡിറ്ററി ഇമേജ് ആയിട്ട് അല്ലേ, നമ്മുടെ കേൾവിയിൽ നമ്മളത് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവിയിൽ ആ ഒരു സൗണ്ട് മുഴങ്ങി നമുക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു ഓഡിറ്ററി ഇമേജ് ആണ്. പിന്നെ ഒരു വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. വിഷ്വൽ ഇമേജസ് ആയിട്ട് നമുക്ക് ഇതിലൂടെ ധാരാളം കാര്യങ്ങൾ പറയാവുന്നതുണ്ട്. ഹിൽസ് ആൻഡ് പ്ലെയിൻസ്, അതിങ്ങനെ മലനിരകൾ കടന്നു പോകുന്നത് നമുക്ക് പറയാം. ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ്, അതായത് ഒരു പടയാളികൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് മുന്നേറി വരുന്ന ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. പിന്നെ മിൽ റിവർ, അതിൻ്റെയൊക്കെ ചിത്രം നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഓഡിറ്ററി ഇമേജ് ആയിട്ട് കാർട്ടിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് പറയാം. പിന്നെ ഒരു കുട്ടി ഇങ്ങനെ എഴയുകയും അള്ളിപ്പിടിച്ച് കയറുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്കൊരു വിഷ്വൽ ഇമേജിൻ്റെ കൂട്ടത്തിൽ പറയാം. ഇനി അതെല്ലാം അവനുണ്ടാക്കുന്ന സൗണ്ടുകളാണ് നമുക്ക് പറയുന്നതെങ്കിൽ
അവൻ്റെ ആ ഒരു ഓഡിറ്ററി ഇമേജിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ചെറിയ തോതിൽ അതിനെ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് വിഷ്വൽ ഇമേജായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പോം 2-3 ആവർത്തി വായിക്കുക. എന്നിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജസും അസനൻസ് ദെൻ റൈമിങ് പാറ്റേൺസ്, റൈമിങ് വേർഡ്സ് ഇതെല്ലാം ബുക്കിലും എഴുതണം, നോട്ട് ബുക്കിലും എഴുതണം. പിന്നീട് അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, കപ്പോളിംഗ് ക്വസ്റ്റ്യൻസിന് ആൻസർ, ഇത് ഓരോന്നിൻ്റെയും താഴെ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾ ബുക്കിലോട്ട് എഴുതണം. മീനിങ്സും അതുപോലെ ബുക്കിൽ എഴുതണം.